ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ലക്ഷ്മി കാനാത്താൻ്റെ കോനോത്ത് നല്ല സനാതന അമ്മായിയാണ്. വായിന്ന് വരുന്നത് മൊത്തം തീട്ട വർത്താനമാണ്. കാണാൻ നല്ല രസമൊക്കെയാണ്, സുന്ദരി കോതയാണ്. എന്താണെങ്കിലും ഈ പുറമേ ഉള്ള ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് ഈ മനസ്സിനകത്തില്ല എന്നുള്ളത് അവരുടെ ഓരോ വീഡിയോകൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ രാജ്യം ഭരിക്കുന്ന BJPയെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇനി മറ്റ് ഹൈന്ദവ സംഘടനകളെ കുറിച്ചിട്ടൊക്കെ അവർ കാണിക്കുന്ന തെണ്ടിത്തരവും തെമ്മാടിത്തരങ്ങളെയൊക്കെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഡാപ്പിയിലെ രാജ്യദ്രോഹിയാവും. ഈ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ രാജ്യത്ത് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അതൊരുത്തൻ്റെയും തന്തയുടെ ഔദാര്യമല്ല എന്നുള്ളത് സംഖ്യപ്പൊട്ടന്മാരായിട്ടുള്ള സംഖ്യവാണങ്ങളും ഇതുപോലത്തെ ചില കീടാണുക്കളും മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. കാരണം വെർട്ടിഫിക്കേഷൻ, ഞെട്ടിക്കുക, തട്ടിക്കളയും എന്നൊക്കെ വന്നിട്ട് ഈ കമൻ്റ് ഇടുന്ന ഓളികളോട് പറയാനുള്ളത്, തന്തയ്ക്ക് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരെ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാനാത്താൻ്റെ കോനോത്തിൻ്റെതും അതുപോലെ തന്നെ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിട്ടുള്ള മാനക്കേടുണ്ടാക്കി വെച്ചിട്ടുള്ള 2-3 മരക്കഴുതകളുണ്ട്. ഇതൊക്കെ ഈ സർവീസിൽ നിന്ന് പോയപ്പം തലയുടെ ഫിലമെൻ്റ് കട്ടായി അവിടെ ചാണകം കയറിയപ്പം മറ്റേ കൃമി ഇങ്ങനെ ഞൊരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവരവും ഇല്ലാത്ത ഇവരൊക്കെ ഈ പോലീസ് സേനയിൽ ഇത്രയും കാലം ജോലി എടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറയാണ്ടല്ലോ നമുക്ക് അത്ഭുതം തോന്നിപ്പോവാ. എന്ത് വിവരം കെട്ട വിവരദോഷികളാണെന്ന് ആലോചിക്കുക. സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചു, അവിടുത്തെ ജനങ്ങൾ അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ മാറണം നാടെന്ന് പറഞ്ഞിട്ട് ഇപ്പം തിരുവനന്തപുരം മൊത്തം നാറിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഈ പോലീസ് കുപ്പായം അണിഞ്ഞ് ഇത്രയും നാൾ സർവീസ് ചെയ്തിട്ടുള്ള ഇവർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു വരുമ്പോൾ ഇവരൊക്കെ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് മാനാഭിമാനമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളിനി ആ പോലീസിന്റെ പെൻഷൻ മേടിച്ച് തിന്നാൻ പാടില്ല. അത്രയെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഒരു പ്രതിബദ്ധത, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരുന്നുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളോടെങ്കിലും അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് മാനിക്കണം. നമുക്കിന്ന് 2 വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ ചർച്ചുകളിലോ പോലീസുകാർ അനധികൃതമായി കയറാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഈ നിയമം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഈ രാജ്യത്തൊട്ടാകെ ഉള്ളതാണ്. അത് നമ്മുടെ അമ്മച്ചി പറയുമ്പോഴത്തേക്കേ ഞാനൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഈ ചാണക പുഴുക്കളായിട്ടുള്ള ഈ വൃത്തികെട്ട കൂതറകൾ കേരളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പൊളയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അമ്മച്ചി പറയുന്നതും കൂടെ കേട്ടിട്ട് നമ്മുടെ സനാതന അമ്മച്ചി നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് TVയിലെ അവതാരകന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇത് 3ഉം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുക, കേൾക്കുക, എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് കമൻ്റ് അയക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു മുസ്ലിം പള്ളിയിലേക്ക് ജയ് ശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആക്രോശിച്ച് ആ പള്ളിയിലേക്ക് കടന്നു കയറുന്നു. അവിടുത്തെ ദർഗ അടിച്ചു പൊളിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ലവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അമ്മച്ചി പറഞ്ഞ ആ നിയമം എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോ? അല്ല, ഉണ്ട് പിടിക്കാൻ പാടില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ ആൾക്കാരുടെ അനുവാദമില്ലാതെ പോലീസ് ഓഫീസേഴ്സിന് കയറാനോ തല്ലിച്ചവിട്ടി പുറക്കാനോ അധികാരമില്ല. അന്യായമാണ്. ക്ഷേത്ര ആൾക്കാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ആരും നടപടി എടുക്കുന്നില്ല. മെഡിക്കൽ ലീഗൽ കേസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് എടുത്തിട്ടില്ലല്ലോ. ക്ഷേത്ര അധികാരികളെ പരാതി കൊടുത്തിട്ട് ആ പോലീസിനെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. കേറാൻ പാടില്ല. ഏതെങ്കിലും പള്ളി കയറുവോ? മുസ്ലിം ദേവാലയത്തിൽ കയറുവോ? ഏതെങ്കിലും സർക്കുലർ ഉണ്ട്. കേറാൻ പാടില്ല. നിങ്ങളൊന്ന് വെരിഫൈ നോക്ക, പോലീസ് സർക്കുലേഴ്സ് ഒന്ന് അടിച്ചു നോക്ക്. കേറാൻ പാടില്ല. ഒരു ആരാധനാലയത്തിലും അവരുടെ അനുവാദം ഇല്ലാതെ പോലീസിനെ ഒന്നിനും കേറാൻ പാടില്ല. കുറ്റക്കാര് നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ആ ഒരു പഞ്ചാബിലെ ഉണ്ടായ സംഭവം പോലും അനധികൃതമാണെന്നുള്ളത് സുപ്രീം കോടതി വിധി വരെയുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ കയറി ഒളിച്ചിരുന്നിട്ട് പോലീസ് കയറി ആക്രമിച്ചത് ഭയങ്കര തെറ്റായിരുന്നില്ല? അതിന്റെ പേരിലല്ലേ സർക്കാർ പോലും വീണത്? കയറാൻ പാടില്ല. സെൻട്രൽ ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർഡേഴ്സ് ഉണ്ട്, സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്. സുപ്രീം കോടതി ഗൈഡ് ലൈൻസിനേക്കാളും മുകളിലല്ലല്ലോ വേറൊന്നും. ഓരോ ആരാധനാലയത്തിലും പോലീസിന് പ്രവേശിക്കാൻ അനുവാദമില്ല. പറഞ്ഞത് കേട്ടല്ലോ. പോലീസുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച അമ്മച്ചിയാണ് വന്നിരുന്നോണ്ട് പറയുന്നത് ഒരു ക്ഷേത്രത്തിലോ ഒരു പള്ളികളിലോ ഇങ്ങനെ കയറാൻ പാടില്ല. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് സംഘപരിവാറിന്റെ തലക്ക് വെളിവില്ലാത്ത സംഘി ഓളികൾ ഒരു മസ്ജിദിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്.
ഈ UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് എത്രയോ മുസ്ലിം ദേവാലയങ്ങൾ, എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിച്ച് ബുൾഡോസർ രാജ് നടത്തി. ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടുത്തെ സംഘികൾ ഇപ്പൊ ഈ വന്നിരുന്നുണ്ട് കൊണവണ പറഞ്ഞിട്ടുള്ള ഈ അമ്മച്ചിയില്ലേ, ഒരു വാക്ക് പറയാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു വൺ സൈഡ് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ സനാതന അമ്മച്ചി ഉണ്ടല്ലോ, നമ്മുടെ സുന്ദരി കോത പറയുന്നതും കൂടെ ഒന്ന് കേട്ടോ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്ത്. ഒരു പ്രസ്താവന കാണിച്ചുതരാം. അമ്പലങ്ങളിൽ സ്ത്രീകൾ പോകുന്നത് ഹിന്ദുത്വ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബിഗ് ടിവിയിലെ മാധ്യമ പ്രവർത്തകൻ വേണു ബാലകൃഷ്ണൻ. അമ്പലങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ അന്വേഷിക്കണം. ഹിന്ദു സ്ത്രീകൾ നിരന്തരം തീർത്ഥാടനങ്ങൾക്ക് പോകുന്നതും ക്ഷേത്രങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതുമൊക്കെ ഒരുപാട് വരുമാനം എവിടെ നിന്നോ വരുന്നത് കൊണ്ടാണ് എന്നാണ് ഈ ഫ്ലൂട്ട് ബാലകൃഷ്ണന്റെ ചോദ്യം. സത്യത്തില് ഈ പ്രസ്താവന നടത്താൻ ഈ ഫ്ലൂട്ട് ബാലകൃഷ്ണന് കിട്ടിയ വരുമാന സ്രോതസ്സാണ് അന്വേഷിക്കേണ്ടത്. പിന്നെ ഈ ആഘാതം, ട്രോമ, പരിക്ക്, തകർച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും വിഷമിച്ച് ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ, എന്തുവാണ് ഫ്ലൂട്ട് ബാലകൃഷ്ണൻ. അപ്പം ഈ അമ്മച്ചിയുടെ വായിന്ന് വരുന്ന തെമ്മാടിത്തരവും ഈ തീട്ട വർത്താനം എന്താണെന്ന് മനസ്സിലായല്ലോ. പുറമേ ഉള്ള ഒരു സൗന്ദര്യമൊന്നും ഹൃദയത്തിലില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായില്ലേ? ബാക്കിയൂടെ കേട്ടോ. ഭയപ്പെടുത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് കാണുന്നതെല്ലാം അതായിട്ട് തോന്നും. ഈ ഫ്ലൂട്ട് ബാലകൃഷ്ണന്റെ ഭാര്യ എങ്ങാനും ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. ആ ഒരു ട്രോമ അഥവാ ആഘാതത്തിൽ നിന്ന് എല്ലാ സ്ത്രീകളും ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നമാണ്. അതിന് ചികിത്സയാണ് വേണ്ടത്, ഹിന്ദുക്കളുടെ പുറത്തോട്ടല്ല കയറേണ്ടത് കേട്ടോ. ഈ പറഞ്ഞ വ്യക്തിയും ഒരു ഹൈന്ദവ സഹോദരൻ തന്നെയാണല്ലോ അല്ലേ? അപ്പം ലവക്കട ആ ഒരു പ്രൊണൗൺസിയേഷൻ നിങ്ങൾ കണ്ടല്ലോ, എന്താണ് അവൾ ഉപയോഗിച്ച ഭാഷ എന്നുള്ളത്. ഈ പുറമേ കാണുന്ന ഈ ഒരു സൗന്ദര്യമൊന്നും അവറ്റകളുടെ ഉള്ളിലൊന്നും ഇല്ല. കാരണം പച്ച വർഗീയത കൊണ്ട് നടക്കുന്ന വൃത്തികെട്ട ചില കൂതറകൾ, നിന്നെ പോലെ ഞങ്ങൾ സനാതന ധർമ്മത്തിൽ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില മരക്കഴുതകളുണ്ട്. അതായത് ഈ ചാണകത്തിൽ പുഴുക്കൽ. അല്ലാതെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരികളൊന്നും നീ പറയുന്ന വാക്കോ നീ പറയുന്ന പ്രവർത്തികളോ ചെയ്യാറില്ല കേട്ടോ. അപ്പം എന്താണോ ജീവിതത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവളുടെ വീഡിയോ ഒക്കെ ഓരോന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇവളുടെ വായിൽ നിന്ന് വരുന്ന തീട്ട വർത്താനം എന്താണ് എന്നുള്ളത്. എന്തായാലും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പരാമർശം യോജിക്കുന്നത് എന്തുകൊണ്ടും നിന്റെ കൂടെയുള്ള ഒരുത്തനുണ്ടാവുമല്ലോ, അവനായിരിക്കും അത് 100% യോജിക്കുന്നത്. കാരണം അവനല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ സമൂഹത്തിൽ നിലവാരമുള്ള ആളുകളെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയാൻ നിന്നെപ്പോലുള്ള കൂതറ ആളുകൾക്ക് സാധിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ എൻ്റെ നല്ല ഹൈന്ദവ സഹോദരികൾ മറുപടി കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും